ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നാണെങ്കിൽ ട്രാവലർ എടുത്ത് ട്രിപ്പ് പോവാണ് കേട്ടോ. നമ്മൾ ട്രാവലർ ഇതാണ്. വീണ്ടും ഫുൾ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മുടെ ട്രാവലർ. അപ്പോൾ ഇത് പുതിയതായിട്ട് ഇറക്കിയതേ ഉള്ളൂ ഗൈസ്. നമ്മൾ പിന്നെയാണ് ഇനിയിപ്പോൾ എന്താണ് ഗൈസ് പറയാനുള്ളത്. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും പോകണം ഗൈസ്. വേറൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. താമരശ്ശേരി ചുരം എന്നും പറയും ഗൈസ്. അവിടെ നമുക്ക് എന്തായാലും പോയേക്കാം. ഗൈസ് നമ്മൾ വണ്ടിയിൽ എന്താണ് പറയുന്നത് ലേസർ വർക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഇതാക്കാനില്ല ഗൈസ്. ബാക്കിലുള്ള കുറച്ച് ലേസർ വർക്കാട്ടോ നമ്മളെ വണ്ടിയുടെ ഒരു ഇതാട്ടോ എന്ന് പറയുന്നത് ഒരു വണ്ടിയുടെ പിക്ചറാട്ടോ ഇത്. മൂന്നാമത്തെ ഗൈസ് ലേസർ ആട്ടോ ഇത്. സെറ്റായിട്ടില്ല ഗൈസ്. വണ്ടിക്ക് നെയിമൊന്നും കൊടുത്തില്ല, കൊടുക്കണം. നമുക്ക് എന്തായാലും പോയേക്കാം വണ്ടി എടുത്തിട്ട്. കുറച്ച് ദൂരമുണ്ട് ഗൈസ് നമുക്ക് പോവാൻ. ഇവിടെ എന്തായാലും പറ്റുന്ന ദൂരം വരെ പോകണം ഗൈസ്. കുറേ വണ്ടി ഉണ്ട്. ബ്ലോക്ക് ഉണ്ടാവുമെന്നും അറിയില്ല. നോക്കാം നമുക്ക്. താമരശ്ശേരി ചുരം വഴിയാട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ വണ്ടി കയറില്ലയെന്ന് അറിയില്ല ഗൈസ്. നമുക്ക് അവിടെ എത്തിയതിൻ്റെ ശേഷം നോക്കണം. നമുക്കറിയാൻ പറ്റും വണ്ടി കയറുമല്ലോ എന്ന്. വലിയ ബ്ലോക്കൊന്നും കാണുന്നൊന്നുമില്ല കേട്ടോ. ബ്ലോക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ലീവനൊക്കെ എടുത്താട്ടോ. തട്ടാതെ വേണം ഗൈസ് മാക്സിമം പോവാൻ. എവിടെയും തട്ടാതെ തന്നെ നോക്കണം ഗൈസ് പോവാൻ. ഇപ്പോൾ ആ ലോറി അവിടെ തട്ടി. നമുക്ക് ഇവിടെ എന്തായാലും പോയേക്കാം ഗൈസ്. ഇവിടെ നിന്ന് അധികം ഇല്ല താമരശ്ശേരി ചുരത്താൻ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ പോവാൻ ഗൈസ്. ഇനി ഒരു വണ്ടി എടുത്തിട്ട് വരാമെന്ന് ചോദിച്ചിട്ടാ. ലൈറ്റൊക്കെ സെറ്റാട്ടോ മൊത്തം. വണ്ടി പ്രശ്നമില്ല ഗൈസ്, നല്ല രീതിക്ക് ഓടുന്നുണ്ട്. ബട്ട് ഒരു സ്മൂത്ത് കിട്ടുന്നില്ല കേട്ടാ നമ്മളെ മറ്റേ വണ്ടി പോലെയൊന്നും. ഇപ്പോൾ മഴ പെയ്യും തോന്നുന്നു ഗൈസ്. സൗണ്ടിന് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട് കേട്ടോ ഗൈസ്. ഇതുകൊണ്ടാണ് സൗണ്ട് ഒന്നും മാറിയിട്ടില്ല. നല്ല സ്പീഡ് പോകുന്നുണ്ട്, പക്ഷേ സ്പീഡ് പോകുന്നൊക്കെ തോന്നുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് കമൻറ്റ് പറയാട്ടോ. ഇവിടെ തിരിക്കേണ്ട സ്ഥലമായി. തൊട്ട് വണ്ടിക്കാരൻ ഇങ്ങോട്ട് സിഗ്നൽ ഇട്ടിട്ട് അങ്ങോട്ടേ പോകുന്നത്. ഉണ്ടാണിക്കും സൈഡ് ഓർണൊന്നും അടിച്ചിട്ടൊന്നും ഇപ്പം സൈഡൊന്നും തരുന്നില്ല കേട്ടോ. എന്താല്ലേ കുറേ ലൈറ്റെല്ലാം അടിച്ചു നോക്കി, എന്തായാലും സൈഡൊന്നും തരുന്നില്ല. നമുക്ക് എന്തായാലും ഇപ്പുറത്ത് എടുത്ത് പോകാം. എന്താ സൈഡ് തരും നോക്കിയിട്ടാട്ടാ ഹോർണൊക്കെ അടിച്ചത്. വണ്ടിയിൽ പെട്രോൾ ഉണ്ട് ഗൈസ്. പെട്രോളൊക്കെ നമ്മൾ മുന്തി അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏത് വണ്ടിയായിട്ടാണ് ട്രിപ്പ് പോകേണ്ടത് നിങ്ങൾ കമൻറ്റിൽ പറയാം ഗൈസ്. നമ്മൾ എന്തായാലും ആ വണ്ടിയായിട്ട് ട്രിപ്പ് പോകുന്നതായിരിക്കും. ട്രക്കാരൻ എന്താ അവിടെ ഇവിടെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. ട്രക്കാരെ പോലെ പോക്കോ ഗൈസ്. എന്താ വാങ്ങാൻ വിട്ടാങ്ക് പോകുന്നല്ലോ. നമ്മളെ വണ്ടിയൊന്നും അത്ര സ്പീഡൊന്നും പോകുന്നില്ല ഗൈസ്. ട്രക്ക് മാത്രം എന്താ അത്ര സ്പീഡ്. എന്തായാലും നമ്മൾ ഇവന് എന്തായാലും കടത്തും. അപ്പോൾ ഒരു ബൈക്കാരൻ വന്നിട്ടാ. ഇവിടെ നിന്ന് എന്തോ ഒരു ബസ് വരുന്നുണ്ടോന്ന് ഇടിയൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. എന്താവുമെന്നറിയില്ല. അത് ആപ്പ് എത്തി നമുക്ക്. പിന്നെ ഗെയിമിൽ പരസ്യം പിന്നെ മെയിനാട്ടോ. ഇനിയിപ്പോൾ ഇത് വന്നിട്ട് വേണം നമുക്ക് ഇതാക്കാൻ. ഇപ്പുറത്തെ സ്ഥലത്താനായിട്ടുണ്ട്. നമ്മൾ താമരശ്ശേരി ചുരം എത്താനായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും താമരശ്ശേരി ചുരം അല്ല ഗൈസ് ഇത്. എന്നാലും അതുപോലെ തന്നെ ഉള്ളൊരു ചുരം ആട്ടോ ഇത്. എന്തായാലും കാണിച്ചു തരാം നമുക്ക് പോകുന്നവയ്ക്ക്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് പോകുമ്പോൾ നമുക്ക് എത്തും. ഇപ്പോൾ ഒന്നും സീനില്ല ഗൈസ്. നമ്മൾ ഈ വണ്ടി കയറുമില്ലയോ ഒന്നും അറിയില്ല. കയറുമായിക്കാണ് തോന്നുന്നത്. ലൈറ്റൊക്കെ ഓണുണ്ടോ? ലേസറൊക്കെ ഓണുണ്ട് ഗൈസ്. ലേസറൊക്കെ കേട്ടോ. ബാക്കി നമ്മുടെ ഫ്രണ്ടിലുള്ള മിറർ നോക്കുക, അത് ബാക്കിൽ കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെ നോക്ക്, ലേസറൊക്കെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ഇട്ടെങ്കിലോ നല്ല കണക്ക് തന്നെ.
വണ്ടി വരുന്നൊന്നും കാണുന്നില്ല. ബസ് ആരെങ്കിലും സൈഡ് എൻ്റെ അടുത്ത് പോവായിരുന്നു. എന്തല്ല ട്രക്കാരനെ ചെറിയൊരു വടിയുണ്ട്. അമ്മാരൊക്കെ എവിടെയൊക്കെ കയറ്റുക കേട്ടോ വണ്ടി. ഇങ്ങോട്ടേക്ക് എടുക്കണം. ആ ട്രക്കാരൻ ഇതിൽ ഒരു വണ്ടി ഭയങ്കര സ്പീഡായിട്ടാണ് പോകുന്നത്. കണ്ടില്ല, ട്രക്കന്നെ കണ്ടില്ല. വാണം വിട്ടാക്കിയാണ് പോകുന്നത്. അതെല്ലാം നമ്മളെ കൊണ്ടുപോലും പിടിക്കാൻ പറ്റില്ല. എന്താലേ എന്ത് സ്പീഡാണ് പോകുന്നത്. അതിനെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ കൈസ്. നമുക്ക് എന്തായാലും പിടിക്കും കൈസ്. ലൈറ്റൊക്കെ ഇട്ടിട്ടും സൈഡൊന്നും തരുന്ന പ്രോബ്ലം ഇല്ല. അങ്ങനെ വണ്ടിനൊന്നൊക്കെ അടുത്ത് നമ്മൾ പറഞ്ഞ തന്നെ കൈസ്. നമ്മളത്തെ പ്രൊഫഷണൽ ഡ്രൈവർ വരാനില്ല. ഇല്ല കൈസ്. ആ ബസ് അതിനെക്കൊണ്ട് കുറേ ട്രക്കുണ്ട് കൈസ്. ഇവിടുന്ന് വണ്ടി വരാതിരുന്നാൽ മതിയായിരുന്നു. വണ്ടിക്ക് സ്പീഡാണെന്നൊരു വണ്ടി വരുന്നുണ്ട്. ഇവിടെ സൈഡാക്കാന്ന് ട്രക്കാരനെ വരാൻ വേണ്ട സമയം. ഇങ്ങോട്ട് ലേറ്റ് ഇടുന്ന നമുക്ക് ഇപ്പുറത്തെ കൂടി എടുക്കാം കേട്ടാ. അവിടെ ഒരു കല്ലുണ്ട്. എല്ലാം കൊണ്ട് കെട്ടി കൈസ്. ഇവിടുന്ന് പോട്ട് ട്രക്കാരൻ കുറച്ച് സ്ലോ ആക്കി കൂടെ പോയി. ട്രക്കാരനെ എന്തായാലും ട്രക്കാരെ എടുക്കുന്നാലും ഒരു പാലം കിട്ടിയിട്ടുണ്ട് കൈസ്. ബസ് തന്നെ വരാൻ വേണ്ട സമയം. നമ്മളിപ്പോൾ ട്രക്കിന് ഓവർടേക്ക് ആക്കട്ടിട്ടാ. നമ്മൾ ഓവർടേക്ക് ആക്കിയിട്ടേ വേറെ കളിയില്ല കൈസ്. അത്ര തന്നെ. എന്തായാലും ഈ ട്രാവലർ സ്പീഡൊക്കെ ആവാൻ കുറച്ച് പണിയാണ്. എന്തായാലും കൈസ് ഇവിടെ എന്തായാലും കിട്ടി. അപ്പുറം കൂടി നമുക്ക് എടുക്കാട്ടെ. ഇനി വണ്ടി വരുമ്പോൾ നമുക്ക് ഈസി ആവും കൈസ്. ചുരം കയറാട്ടെ. ഇപ്പോൾ ഇതൊക്കെ ചെറിയ ചുരമാണ് കൈസ്. ഇനി വലുത് വരാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. എത്തി. നമ്മൾ ചുരത്തി. ഇവന്മാരെയൊന്നും വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. ചിലപ്പോൾ ഉണ്ടാവും കൈസ് ചുരത്തിൽ വെച്ച് നിർത്തുന്ന ഇവന്മാർ. നമ്മളെ വണ്ടി എന്താവും ഇല്ലയോ ഒന്നൊരു പിടുത്തുമില്ല കൈസ്. ഇപ്പുറം കയറ്റിയിട്ട് മല്ല എടുക്കാം കേട്ടോ. നമ്മളെ വണ്ടി വലിയൊന്നും അറിയില്ല കൈസ്. ഇപ്പം ചെറുതായിട്ടൊരു പണി വരുന്ന പോലെ ഉണ്ട്. പോട്ട് വലിയോ ഇതില്ലയോ. ടൈമിൽ തന്നെ അവിടെ നിന്നൊരു വണ്ടി പറഞ്ഞിട്ട കൈസ്. അപ്പം സാധനം വന്നു. ഇവിടെ തട്ടാതെ മാക്സിമം കൊണ്ടുവന്ന് നോക്കണം. എന്താടി വണ്ടി മല്ല മുക്കിയിട്ടാട്ടാ വലിക്കുന്നതിന് കയറ്റം. ആ സൈഡ് ആരും ഇല്ല കേട്ടാ. എത്ര മുക്കിയിട്ടാണല്ലേ വണ്ടി വിൽക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ മുക്കുന്ന തന്നെ ഉണ്ട് വണ്ടി. ഇപ്പോൾ കുറച്ച് സ്പീഡാവുന്നുണ്ട് വണ്ടി. എന്താല്ലേ ഈ ട്രക്ക് എന്തിനാ പാടെ നിർത്തിയിട്ടത്. നമ്മളെ ചുരം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ച് എന്നാലും മെയിൻ ചുരം അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചുരം ആട്ടോ അതിനുള്ളത്. എന്നാലും ഈ ചുരവും കൂടി നമുക്ക് അങ്ങനെ നോക്കണം. എന്തായാലും ഇനി വണ്ടി ചുരം വേൽക്കുവാന്ന് തോന്നുന്നത്. സൗണ്ട് ചെറിയ പ്രോബ്ലം ഉണ്ട് കൈസ്. അതാണ്. ഇവിടുന്ന് എന്തായാലും നമുക്ക് പോകാട്ടോ. ഈ ഒരു ചുരവും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇനി എന്തായാലും പോയേക്കാം. വണ്ടി എന്താ കൈസ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എവിടെ ഇങ്ങോട്ട് പണി കിട്ടിയാൽ നല്ല ഭാഗം. നമുക്ക് വോക്കലെല്ലാം ഇടണൊക്കെ ഉണ്ട് കൈസ്. ഈ ചുരത്തിലൊക്കെ വോക്കലെല്ലാം ഇട്ട് നല്ലൊരു ഉണ്ടായില്ല കൈസ് വണ്ടി ഓടിക്കാൻ. ഇവിടെ തട്ടാതെ മാക്സിമം ഓടിക്കാൻ നോക്കണം. അതാണ് നമ്മളെ ലക്ഷ്യം. ആർക്കിട്ട് പണി കൊടുക്കാതെ തന്നെ പോകണം. കാറാ സൈഡാക്കി കൂടെ ഇപ്പോൾ നമുക്കിവിടെ എന്തായാലും ആവശ്യമില്ല. തട്ടില്ല ജസ്റ്റ് മിസ്സാട്ടാ. എനിക്ക് ബ്രേക്ക് ഉണ്ട് കുറച്ച് സാധനമാണ്. അല്ല ഇപ്പം നമ്മളവിടെ തട്ടി സാധനം. എന്തായാലും ചുരത്തിലൊക്കെ ഓടിക്കാൻ കുറച്ച് വൈബാട്ടാ. വണ്ടി വന്ന സമയം. അയ്യോ വണ്ടി എന്താ ഇങ്ങനെ മുക്കുന്നേ.
വേറെ കുറേ വണ്ടിയൊക്കെ എന്ത് സ്പീഡ് പോകുന്നു, നമ്മളെ വണ്ടി മാത്രം മുക്കുന്നു. എന്താ അല്ലേ കാട്ടിലെടുത്തോണ്ടല്ലോ കൈസ്. അമ്മാതിരി റോഡൊന്നും ശരിയില്ല കേട്ടോ. വണ്ടിക്കാരെത്തി ശരിയില്ല കൈസ്. മഴ പെയ്യാൻ കണ്ട സമയം തട്ടിയിട്ടാകത്തിന് കൈസ്. എന്തോ ഒരു ഭാഗ്യം കേട്ടോ. ആണെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തിയിട്ടതായിരുന്നു. എന്താ അല്ലേ അടുത്ത ദിവസം യോ ഓരോ അടുത്ത് പോകുന്നുമില്ല, അവിടെ നിർത്തിയിട്ട് വെക്കുന്നടുത്ത്. ബാക്കിൽ വണ്ടി കൈ ഷെയർ ചാറ്റെല്ലാം വന്നിരിക്കുന്ന കൈ. എന്താ അല്ലേ ഭ്രാന്ത്. ഇവിടെ എന്തോ ഒരു കൈയുണ്ട് കേട്ടോ. നമുക്ക് ഓഫ് റോഡ് വണ്ടി എടുത്ത് പോകണം. ഇവിടെ നിന്ന് എന്തായാലും ഇട്ടിട്ട് കാര്യമില്ല. പിള്ളമാരൊക്കെ കാണുന്നൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ആൾക്കാരെ നിർത്തിയില്ലേ. എന്താ കാട്ട്, നമുക്ക് അവിടത്തേക്ക് എത്താം എന്തായാലും. ഇങ്ങോട്ട് ഡിമ്മാക്കുന്നത്, നമ്മുടെ റോട്ടിൽ കയറി അവൻ ഇങ്ങോട്ട് ഡിമ്മാക്കുന്നത്. പൊട്ടനാലേ എല്ലാം. ഇല്ല ആരെയൊക്കെ വണ്ടി അടിക്കാൻ ലൈസൻസ് കൊടുത്തേ. പക്ഷെ വണ്ടിക്ക് ടോപ്പ് സ്പീഡ് കയറിയിട്ടുണ്ട് കേട്ടോ. ചിറ്റാ ഇതെന്താണ്, ഇതിന് ചുരമാണോ? വണ്ടി മറ്റേ എന്താണ് ഒടിച്ചിട്ടാ. ഞാൻ വെച്ച അവിടെ എവിടെയോ കയറി തട്ടി. പക്ഷെ വണ്ടിയൊക്കെ എവിടെയും നിട്ടാ. വേറെ ഏതോ വണ്ടിയൊക്കെ ആണ് ഇപ്പോൾ അവിടെ കയറി കട്ടി. ഇവിടെ ഏതോ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയി ഒന്നും കേട്ടാ. നമ്മൾ ഇപ്പം ആക്സിഡൻ്റ് അട്ടിയിടാം. സ്റ്റിയറിങ് അങ്ങോട്ട് തിരിഞ്ഞാട്ടെ, ഇങ്ങോട്ട് തിരിക്കുമ്പോൾ എന്താ അല്ല. എന്താ കഴിച്ചിട്ട് വണ്ടീന് മുക്കുന്നേ. യോപ്പാ സ്പീഡാവാൻ നല്ല ടൈം എടുക്കും തോന്നുന്നു കേട്ടോ. നമ്മളെ വണ്ടി മാതിരി മുക്കുന്നേ. എന്താണ് ആശി വണ്ടി ഇങ്ങനെ മുക്കുന്നേ. ആർക്കെങ്കിലും ഗെയിം വലിയ ഇതുപോലെ ഇല്ല ഏതെങ്കിലും വണ്ടിയായിട്ട് മുക്കുന്നുണ്ടോ എന്ന് കമൻറ്റിൽ പറയാട്ടോ. എല്ലാ വണ്ടി ഇങ്ങനെ തന്നെയാണ്. ചില വണ്ടി അങ്ങനെയല്ല കേട്ടോ, ബാക്കിയെല്ലാം ഇതുപോലെ കേട്ടോ. പിന്നെ മുക്കിക്കൊണ്ടേ ഇരിക്കും സാധനം. ഇപ്പോൾ ലേസറൊക്കെ ഓണാക്കി കൊടുത്തിട്ടുണ്ട് പിള്ളമാർക്ക് സ്വൈബാക്കാം. ജസ്റ്റ് ലാഗ് അടിക്കുന്നുണ്ട്. ഈ മഴയത്ത് താമരശ്ശേരി ചുരം യൂട്യൂബിൽ നിന്ന് എന്തൊക്കെയോ വരുന്ന തേങ്ങ. എന്തായാലും ഇപ്പോൾ ഒരു കീച്ചാട്ടോ. അവിടെ എന്തായാലും വണ്ടിയുടെ സ്പീഡാവുന്നുണ്ട്. ഇവിടെ എന്തായാലും നമുക്ക് പറപ്പിച്ച് പോവാട്ടോ. കാരണം എന്തായാലും കിടിലം പോലെ തന്നെ ഇവിടെ വളയം കിട്ടിയിട്ടുണ്ട്. വളക്കാം അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടും കൂടി വളച്ച് റെഡിയായി. വണ്ടി വളയുന്നുണ്ട് കേട്ടോ സെറ്റായിട്ട്. അത്രേ ഉള്ളൂ അറിയാൻ. എന്നല്ലേ ഒട്ട് ഇനി നമുക്ക് എന്തായാലും ഈ വണ്ടി പറപ്പിച്ച് തന്നെ പോകാട്ടോ. കാരണം വളയാൻ പറ്റുന്നുണ്ട് വണ്ടിക്ക്. അത് നമ്മൾ സാധാരണ വണ്ടി പോലെ ബ്രേക്ക് ഔട്ടി വളക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇവിടെ ബ്രേക്ക് ഔട്ടാതെ വളച്ചിട്ട് ഇടിച്ചിട്ടാ നമ്മളെ വണ്ടി സ്പീഡ് കുറച്ച് കൂടി പോയിട്ടാ. ഇതാട്ട സംഭവം. ഇങ്ങോട്ട് ഡിമ്മാക്കുന്നാടുന്ന് അതല്ലേ പൊട്ടന്മാർ. ഇനി കയ്യാനായിട്ടേ പൈച്ചൂരോ. എന്നൊരു വലിയൊരു ചുരം ഉണ്ട് തോന്നുന്നു കൈസ്. നമ്മുടെ മാപ്പിൽ കാണും അതുപോലെ ഉണ്ട്. വളച്ചപ്പാടന്നെ വണ്ടി ഒരു വരത്ത്. ഞാൻ ഭാഗ്യത്തിന് ആ വണ്ടിക്ക് ഇടിച്ചില്ല കേട്ടാ. വേറെ എവിടെ ഇടിച്ചില്ല സാധനം. ആ വണ്ടി നല്ല ഇതിക്ക് വളക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വന്നൊരു തിരിക്കൽ അവിടെ തന്നെ തട്ടിയിട്ട് നമ്മളെ മുമ്പിലൊക്കെ ഇടിക്കണ്ട കേട്ടോ. ഞാൻ പിടിച്ച് തിരിച്ചു സാധനം. എല്ലാം സ്പീഡായിട്ടാ പോകുന്നില്ലത്. മല്ലയൊന്നും പോകുന്ന പരിപാടി ഇല്ലല്ലോ. നമുക്കിനി മല്ല പോയിട്ടില്ല ശീലം അങ്ങനെയൊന്നും ഇല്ല കൈസ്. നമ്മൾ സ്പീഡ് പോയിട്ടേ ഉള്ളൂ. എന്തായാലും നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ട് എന്തായാലും നിങ്ങൾ കാണിച്ചു തരാം വീഡിയോ.
ഗൈസ് നമ്മാണെങ്കിൽ ഇപ്പോൾ നമ്മളെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ നിന്ന് അങ്ങോളം വരെ പോകാണ്ട്. ഇവിടെ മരം ഇട്ടിട്ട് നമുക്ക് പോകണം. ഗൈസ് ഇത്രയാണ് നമ്മുടെ വീഡിയോ. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ടാക്കുക ഗൈസ്.